വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10th പ്രിലിംസിൻ്റെ സിലബസിലെ മാത്സ് ഭാഗത്ത് വർഗവും വർഗ്ഗമൂലവും എന്ന ഭാഗത്തു നിന്നും ഒരു 5 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യണം. വർഗവും വർഗ്ഗമൂലവും എന്ന ടോപ്പിക്കിൽ നിങ്ങളൊരു 15 വരെയെങ്കിലും ഈ നമ്പറിൻ്റെ റൂട്ടൊന്ന് നിങ്ങൾ സ്ക്വയർ റൂട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. അതായത് കണ്ടില്ലേ, 1ൻ്റെ 1, 2ൻ്റെ 4, 3ൻ്റെ 9, 4ൻ്റെ 16, 5ൻ്റെ റൂട്ട് 25, 6ൻ്റെ റൂട്ട് 36, 7ൻ്റെ റൂട്ട് 49, 8ൻ്റെ 64, 9ൻ്റെ 81, 10ൻ്റെ 100, 11ൻ്റെ 121, 12ൻ്റെ 144, 13ൻ്റെ 169, 14ൻ്റെ 196, 15ൻ്റെ 225. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ തുടർച്ചയായുള്ള കണക്കുകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതൊന്ന് നിങ്ങൾക്ക് അത്ര കഷ്ടപ്പാടൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളതാണ്. നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മാത്സിലോട്ട് പോവാം. ആദ്യം നിങ്ങൾ നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്, മാത്സിൽ ഇങ്ങനെയാണ് തരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരുന്നത്. വർഗ്ഗവും വർഗ്ഗമൂലത്തിൽ ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. ഈ മോഡലാണ് കൂടുതലും ചോദിക്കാറുള്ളത് കേട്ടോ. 10th പ്രിലിംസും പിന്നെ 7th LGSും ഇതിലൊക്കെ ഇതാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. അപ്പം ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൂട്ട് 70 പ്ലസ് 111 പ്ലസ് റൂട്ട് 94 പ്ലസ് റൂട്ട് 36. ഇതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം റൂട്ടല്ലേ കൊടുത്തേക്കുന്നത്. അപ്പം ഇത് റൂട്ടിൽ വർഗ്ഗവും വർഗ്ഗമൂലവും എന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ റൂട്ടിനകത്ത് തന്നിരിക്കുന്ന സിമ്പിളാണ്. അതായത് പ്ലസ് ആണോ മൈനസ് ആണോ ഇൻറ്റു ആണോ എന്നുള്ളത്. ഈ 3 സിമ്പിൾ മാത്രമേ തരത്തുള്ളൂ. സോ നിങ്ങൾ വേറെ സിമ്പിളിനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഇത് 3 തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് പ്ലസ് ആണോ മൈനസ് ആണോ ഇൻറ്റു ആണോ എന്ന് നോക്കണം. അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്നത് പ്ലസ് ആണ്. അപ്പം നിങ്ങൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ വലത്തെ സൈഡിൽ നിന്ന് തുടങ്ങുക. അതായത് ഇവിടെ നിന്ന് തുടങ്ങുക. 36 കൊടുത്തേക്കുന്നത് 36ൻ്റെ റൂട്ട് എത്രയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഒരു മിനിറ്റ്, ക്യാമറ ഒന്ന് തിരിച്ചോട്ടെ. അപ്പോൾ 36ൻ്റെ റൂട്ട് എത്രയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യണം. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാനിവിടെ എഴുതി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6ആണ്. ആ 6 ഇവിടെ നമ്മൾ എടുത്തെഴുതണം കേട്ടോ. ഇവിടെ നമ്മൾ 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6. അപ്പം ഈ 6 നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. തൊട്ടപ്പുറത്ത് ഏത് സിമ്പിളാണോ കൊടുത്തേക്കുന്നത്, പ്ലസ് ആണോ മൈനസ് ആണോ അതോ ഇൻറ്റു ആണോ, അത് ശ്രദ്ധിക്കുക. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് 94ഉം 6ഉം കൂടി കൂട്ടുക. ആ 94ഉം 6ഉം കൂടി കൂട്ടുമ്പം നമുക്ക് 100 കിട്ടും. 100ൻ്റെ റൂട്ട് എത്രയാണെന്ന് നോക്കണം. 100ൻ്റെ റൂട്ട് എത്രയാണ് നമ്മളിവിടെ കൊടുത്തിട്ടില്ലേ? 100ൻ്റെ റൂട്ട് എത്രയാണ്? 10 ആണ്. അപ്പം 100ൻ്റെ റൂട്ട് 100 എന്ന് എഴുതി വെക്കില്ല കേട്ടോ. 100 എന്ന് എഴുതി വയ്ക്കല്. 100ൻ്റെ റൂട്ട് എത്രയാണെന്ന് നോക്കുക. അത് 10. അപ്പം 10 എന്ന് എഴുതുക. പിന്നീട് ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. അതുകൊണ്ട് 111ഉം 10ഉം കൂടി കൂട്ടിയെടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് 121. 121ൻ്റെ റൂട്ട് എത്രയാണ്? 11. കണ്ടില്ലേ? 11. ആ 11 എടുത്തിട്ട് 121 എഴുതല്ലേ? ഇപ്പം ഞാൻ എഴുതിയേനെ 11 എടുത്ത് എഴുതണം കേട്ടോ. പിന്നെ പ്ലസ് വന്നത് കൊണ്ട് 70ഉം 11ഉം കൂടി കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നത് 81. 81ൻ്റെ റൂട്ട് എത്രയാണ്? 9. അപ്പം ഇതിലെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 9 ആണ് കേട്ടോ. ആൻസർ 9. ഇതാണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത് മോഡലല്ല, രണ്ടാമതൊന്നും കൂടി നമ്മൾ ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ 121 അല്ലേ കൊടുത്തേക്കുന്നത്. വലത്തെ സൈഡിൽ നിന്നും തുടങ്ങുക. 121ൻ്റെ റൂട്ട് എത്രയാണ്? ഇവിടെ നോക്കിക്കേ, 11. അപ്പം 11 ആദ്യം എടുത്ത് ഇവിടെ എഴുതുക. 11 എഴുതിയതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള സിമ്പിൾ നോക്കാം, പ്ലസ്. അപ്പം 11ഉം 14ഉം കൂടി കൂട്ടുമ്പം നമുക്ക് 25 ആയിരിക്കും കിട്ടുന്നത്. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5. അപ്പം 5 എടുത്ത് 25 എഴുതല്ലേ? 5 എടുത്ത് ഇവിടെ എഴുതുക. എന്നിട്ട് 31ഉം 5ഉം കൂടി കൂട്ടുക. എന്നിട്ട് 36 ആയിരിക്കും കിട്ടുന്നത്. 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6. നോക്കണോ? 6. പിന്നെ 43ഉം 6ഉം കൂടി നമുക്ക് കൂട്ടുമ്പം 49 ആയിരിക്കും. 49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7. പിന്നെ 57 പ്ലസ് 7 കൂട്ടുമ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 64 ആയിരിക്കും കിട്ടുന്നത്. അപ്പം 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8. അപ്പം ആ 8 എടുത്ത് ഇവിടെ എഴുതണം. ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇനി ഇതേപോലെ ചെയ്തു പോകണം. ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 64ആണ്. ഇങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ ഈ പ്ലസ്സും മൈനസും ഇത് ഇടകാലത്ത് വരും കേട്ടോ. അതായത് പ്ലസ്സും മൈനസും ഇവിടെ കണ്ടില്ലേ? ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്,
അങ്ങനെ ഇതിനകത്ത് നോക്കിക്കേ, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ പ്ലസ്സും അങ്ങനെയുണ്ട്. ഇവിടെയാണ് എല്ലാം പ്ലസ്, ഇവിടെയാണ് എല്ലാം പ്ലസ്. പിന്നെ ഈ മോഡൽ ചെയ്യുന്ന രീതി ഇപ്പം 4ൻ്റെ റൂട്ട് എത്രയാണ്? 2. അപ്പം 83-ൽ നിന്നും ഇവിടെ സിമ്പിൾ ഏതാ കൊടുത്തേക്കുന്നത്? മൈനസ് അല്ലേ, അപ്പം മൈനസ് ചെയ്യുക. 83-ൽ നിന്നും 2 കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് 83-ൽ നിന്നും 2 കുറയ്ക്കുമ്പം നമുക്ക് 81 കിട്ടുക. അപ്പോൾ 81ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9 പിന്നെ 234-ൽ നിന്നും 9 കുറയ്ക്കുക. മൈനസ് എല്ലാം ഇട്ടേക്കുന്നത്, അപ്പോൾ 9 കുറയ്ക്കുക. അപ്പം 234-ൽ നിന്നും 9 കുറയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 225-ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 15. ആ 15 ഇവിടെ എഴുതുക. എന്നിട്ട് 34 + 15, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പ്ലസ്, അതുകൊണ്ട് 34-ഉം 15-ഉം കൂടി കൂട്ടി എടുക്കുമ്പം 49 എഴുതല്. 49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7. പിന്നെ ഇവിടെ അങ്ങോട്ട് വരുമ്പം റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് 9ൻ്റെ റൂട്ട് നമുക്ക് അറിയാം 7 അല്ല 3. 9 എനിക്ക് തന്നെ തെറ്റിട്ടോ. 9ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 3. 141 3 കൂടി കൂട്ടി കിട്ടുന്നത് 144. 144ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 12. അപ്പം ഇവിടെ 12 ആണ് എഴുതേണ്ടത്. എന്നിട്ട് 69 + 12 കൂടി കൂട്ടി കിട്ടുമ്പം 81. 81ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9. അപ്പം ഇവിടെ നമുക്ക് 9 എഴുതണം. എന്നിട്ട് 73 + 9, 73 + 9, 73 + 9 64. അപ്പം 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8 എടുത്ത് ഇവിടെ എഴുതണം. പിന്നെ 28-ഉം 8-ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 36 കിട്ടും. 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6. അപ്പം ഇങ്ങനെ വേണം ആദ്യത്തെ മോഡൽ നിങ്ങൾ ചെയ്യാൻ. ഈ മോഡലൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ മൈനസ് ആണ് എടുത്തേക്കുന്നത്, നോക്കിയോ? റൂട്ട് 3 - റൂട്ട് 8 - റൂട്ട് 20 - റൂട്ട് 16. അപ്പം ഇവിടെ ചെയ്യേണ്ടതും അതേ രീതി തന്നെ, പക്ഷേ ഇവിടെ മൈനസ് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം വലത്തെ സൈഡിൽ നിന്ന് തുടങ്ങുക. 16ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 4. എത്ര? 4. അപ്പം ആദ്യത്തെ ഈ 4 എടുത്ത് ഇവിടെ എഴുതുക. 4. അപ്പം 4. പിന്നെ 20-ൽ നിന്നും 4 കുറയ്ക്കുമ്പം നമുക്ക് 16 കിട്ടുക. 16ൻ്റെ റൂട്ട് എന്ന് പറയുമ്പം അതും 4 തന്നെ. 8-ൽ 4ൻ്റെ അപ്പം 8 മൈനസാണ്. 8-ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4. 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2 എഴുതി. 3-ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് 1. 1ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1. അപ്പം 1ൻ്റെ റൂട്ട് 1. 1ൻ്റെ റൂട്ട് ഇത് 1. അപ്പം മൈനസ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്യണം. പിന്നെ ഇവിടെയാണ് ഇൻറ്റു ഇട്ടേക്കുന്നു. ഇൻറ്റു എന്ന് പറയുമ്പം ഇവിടെ മേളിൽ പ്ലസ് ചെയ്തു, ഇവിടെ മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യണം. അപ്പം ആദ്യം 16 കൊടുത്തേക്കുന്നത്. ഇവിടെ 16 ഉള്ള സ്ഥലത്ത് ഇവിടെ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ 16ൻ്റെ റൂട്ട് എന്ന് പറയുമ്പം ഇവിടെ 4. 25 × 4 ചെയ്യുമ്പം ചെയ്ത് നോക്കാം അല്ലേ. 25 × 4 10 100. 5 × 4 എന്ന് പറയുമ്പോൾ 100. 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10. അപ്പം 10 എടുത്ത് എഴുതുക. പിന്നെ 40 × 10, 40ഉം 10ഉം ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 400 ആയിരിക്കും. 400ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 20. അപ്പം 20 എടുത്ത് ഇവിടെ എഴുതുക. പിന്നെ 45ഉം × 20 ചെയ്യുമ്പം നമുക്ക് ഇവിടെ 900 കിട്ടും. അപ്പം 900ൻ്റെ അതായത് 900ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 30. അതായത് 9ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 3. അപ്പം 900-ൽ നിന്നും 2 പൂജ്യത്തിന് പകരം 1 0. അപ്പം 30. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 30. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ 5 മോഡൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്ത മോഡൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.